ഓക്കെ ഫ്രണ്ട്സ്, ഈ മെയ് മാസത്തിൽ കുറച്ച് കിട്ടില്ല ഫോണുകൾ വരുന്നുണ്ട് കേട്ടോ. 20,000 രൂപ മുതൽ ഏതാണ്ട് 1,00,000 രൂപക്ക് മുകളിൽ വരെയുള്ള കോമ്പാക്ട് സൈസിലും കിട്ടില്ല പെർഫോമൻസ്, അതുപോലെ തന്നെ അടിപൊളി ക്യാമറ ക്വാളിറ്റി ഒക്കെ തരാൻ പോകുന്ന 10ലധികം ഫോണുകളാണ് വരാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 20,000 രൂപ താഴെ വരാൻ പോകുന്നത് പ്രധാനമായിട്ടും രണ്ട് ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വൺ പ്ലസിൻ്റെ നോഡ് CE6 ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. കഴിഞ്ഞ വർഷം ഈ ഒരു മോഡൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2024 അവസാനമായിട്ട് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. മെയ് 7 ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് വരുന്നത്. യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് മീഡിയാടെക് ഡയമൻസിറ്റി 7400 ആണ്. കൂടാതെ 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 60 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 60 പ്രോക്ക് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. ഏതാണ്ട് മെയ് പകുതിയോടെ ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് കേട്ടോ. 1.5K റെസൊല്യൂഷനിലുള്ള ഒരു 144Hz നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതിലും യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ തന്നെ ഡയമൻസിറ്റി 7400 തന്നെയാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് 6500 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ഫോണിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന മികച്ചൊരു ഹാർഡ്വെയർ സ്പെക്കുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഇൻഫിനിക്സിൻ്റെ നോട്ട് 60. ഇനി ഇൻഫിനിക്സ് ഇറക്കുന്ന ഫോണുകൾക്ക് അത്യാവശ്യം നല്ല ഫോണുകളാണ് കേട്ടോ. സർവീസ് സെൻറ്റർ കുറച്ച് കുറവാണെന്നുള്ളൂ. സോ ആ ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാൻ കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ വരാൻ പോകുന്ന ഫോണുകളാണ്. ഇവിടെയും പ്രധാനമായിട്ടും രണ്ട് ഫോണുകളാണ് വരുന്നത്. അതിലും ഫസ്റ്റ് വൺ വൺ പ്ലസിൻ്റെ തന്നെ ഒരു ഫോണാണ് കേട്ടോ. വൺ പ്ലസിൻ്റെ നോഡ് CE6 ആണ് ഈ ഒരു മോഡൽ. ഏതാണ്ട് 25 to 30K പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ മാസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 8000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ മെയ് 7 തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് ഇൻഫിനിക്സിൻ്റെ GT 50 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഏതാണ്ട് മെയ് പകുതിയോടെ ആയിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. മീഡിയാടെക്കിൻ്റെ 8400 അൾട്ടിമേറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 6500 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് കേട്ടോ. ഏതാണ്ട് 30,000 രൂപയ്ക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ GT സീരീസുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനുള്ള ട്രിഗേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ സാധ്യത ഉള്ളത്. സോ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണായിരിക്കും ഈ വരുന്ന ഇൻഫിനിക്സിൻ്റെ GT 50 Pro. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കുറച്ച് പ്രീമിയം സെഗ്മെന്റിൽ വരാൻ പോകുന്ന ഫോണുകൾ നോക്കട്ടെ. അതായത് 50,000 രൂപയ്ക്ക് മുകളിൽ വരാൻ പോകുന്ന ഫോൺ. ഇവിടെ പ്രധാനമായിട്ട് 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വൺ പ്ലസിൻ്റെ 15T. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. കാരണം വൺ പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് ഇത് ഇവിടെ ലോഞ്ച് ആവുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ലോഞ്ച് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണിത്. കാരണം മറ്റൊന്നല്ല, കോമ്പാക്ട് സൈസിൽ ഇത്രയും പെർഫോമൻസ് തരുന്ന മറ്റൊരു ഫോൺ തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതിന് പ്രധാന കാരണം ഇതിലും യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 തന്നെയാണ്. പിന്നെ ഇതൊരു കോമ്പാക്ട് ഫോൺ ആയിട്ട് കൂടി 7500 mAh ബാറ്ററിയും, 100 വാട്ടിൻ്റെ ചാർജിങ്ങും, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ ഇപ്രാവശ്യം വരുന്നത്. ഇതൊന്നും കൂടാതെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് അൾട്രാ വൈഡ് ക്യാമറ. അത് തട്ടിയിട്ട് പകരം 3x ടെലിഫോട്ടോ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതിൻ്റെ ഡേറ്റ് ഇതുവരെ കൺഫർമേഷൻ ആയിട്ടില്ല. വരുവാണെങ്കിൽ ഈ ഒരു സൈസിൽ കിട്ടില്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി തരാൻ പോകുന്ന ഒരു ഫോണായിരിക്കും ഈ വൺ പ്ലസിൻ്റെ 15T. പക്ഷേ വരുന്ന ഡേറ്റ് കൺഫേം ആയിട്ടുള്ള മറ്റൊരു ഫോണുണ്ട്, വിവോയുടെ X300 FE. ഇതും ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് കേട്ടോ. കാരണം കോമ്പാക്ട് സൈസിൽ മികച്ച ക്യാമറ ക്വാളിറ്റി തരാൻ പോകുന്ന ഒരു ഫോണാണ് ഈ വിവോയുടെ X300 FE എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. പിന്നെ നോർമലി വിവോ ഈ ഒരു സീരീസിൽ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 50+8+50 ആണ് ഇതിൽ ക്യാമറ സെറ്റപ്പ് വരുന്നത്. കൂടാതെ 6500 mAh ബാറ്ററി, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകും. പിന്നെ വലിയൊരു മാറ്റം പറയാനുള്ളത്, വിവോയുടെ അൾട്രാ സീരീസ് ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെലി കൺവെർട്ടർ കിറ്റ് ഉണ്ടല്ല, അത് ഇപ്രാവശ്യം വരുന്ന ഈ വിവോയുടെ X300 FEയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയൊക്കെ ക്യാമറ പെർഫോമൻസ് ഉള്ളൊരു ഫോണായിട്ട് കൂടി ഇതിനും കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കിറ്റിലെ ഫോൺ കൂടി വരുന്നുണ്ട്. ഓപ്പോയുടെ പുതിയൊരു സീരീസ് ഫോണാണ് ഓപ്പോ Find X9s എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് വരാൻ പോകുന്നത്. ഇതൊരു കോമ്പാക്ട് സൈസ് ഫോണാണ്. മീഡിയാടെക്കിൻ്റെ 9500S ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+50+50 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. 32 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 7500 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോണും വരുന്നത്. ഏതാണ്ട് മെയ് ലാസ്റ്റോടെ ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് വരുന്നത് കേട്ടോ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ഫോണുകളും കോമ്പാക്ട് സൈസ് ഫോണാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അടുത്തായിട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൈസിങ്ങിൽ വരാൻ പോകുന്ന ഫോണുകളാണ്. ഇവിടെയും പ്രധാനമായിട്ടും 3 ഫോണുകളാണ് വരാൻ പോകുന്നത്. അത് ഫസ്റ്റ് വൺ ഓപ്പോയിൽ നിന്നുള്ള ഒരു ഫോണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പോയുടെ Find X9s ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയേട്ടനായിട്ട് വരും ഓപ്പോയുടെ Find X9 Ultra. മെയ് ലാസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചും വരുന്നത്. 6.8 ഇഞ്ച് വരുന്ന 2K റെസൊല്യൂഷനുള്ള ഒരു Pro XDR 144Hz ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 തന്നെയാണ്. പിന്നെ ഇതിൽ 2 200 മെഗാപിക്സലിൻ്റെ ക്യാമറയും 2 50 മെഗാപിക്സലിൻ്റെ ക്യാമറ അടങ്ങിയിട്ട് ടോട്ടലി 4 റിയർ ക്യാമറകളാണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്ന 50 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉണ്ടല്ല, 10x ടെലിഫോട്ടോ ക്യാമറയാണ്. സോ
കിട്ടില്ല പോർട്രേറ്റ് ഫോട്ടോസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഓപ്പോ ഇങ്ങനെയുള്ള അൾട്രാ സീരീസ് ഫോൺ ഇറക്കുമ്പോൾ വിവോ എന്തായാലും അടങ്ങി നിൽക്കാൻ പോകുന്നില്ല. സോ വിവോയിൽ നിന്ന് വിവോയുടെ X300 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഫോണും ഈ വരുന്ന മെയ് മാസത്തിലാണ് വരാൻ പോകുന്നത്. മെയ് 6-ാം തീയതിയാണ് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിങ് വരുന്നത്. ഇതിനും സ്നാപ്ഡ്രാഗണിൻ്റെ 888 Gen 5 തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 200+200+50 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ ഗിംബൽ ലെവൽ സ്റ്റെബിലൈസേഷൻ ഒക്കെയാണ് വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടറിയേണ്ടി വരും കേട്ടോ. ഐഫോണിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഇത്തരത്തിലുള്ള ഫോണുകൾ ഓൾറെഡി ഐഫോണിനൊക്കെ ഫോട്ടോ ക്വാളിറ്റിയിൽ കടത്തി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വീഡിയോ ക്വാളിറ്റിയിൽ ഇപ്പോഴും ഐഫോണിനെ വെല്ലം വേറൊരു ഫോൺ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവർ ഇത്തരത്തിലുള്ള അപ്ഡേഷനുകളൊക്കെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഐഫോണിന് ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. സോ ഈ ഒരു ഫോണിന് ഐഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഈ ഒരു കാറ്റഗറിയിൽ അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മോട്ടോറോളയിൽ നിന്നുള്ള റേസർ 70 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ കേട്ടോ. ഫ്ലിപ്പ് ലെവൽ ഫോണാണ്. ഏപ്രിൽ 29 ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് വരുന്നത്. അതിനുശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. 6.9 ഇഞ്ച് വരുന്ന ഫോൾഡബിൾ OLED ഡിസ്പ്ലേയാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് വരുന്ന ഒരു കവർ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 888 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 4700 mAh ബാറ്ററി, 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും കൂടാതെ സാംസങ്ങിൽ നിന്നും ടെക്നോയുടെ ഒക്കെ ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഡേറ്റും സ്പെക്കൊന്നും ഇപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്തത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഓപ്പോ, വിവോ, ഇൻഫിനിക്സ്, വൺ പ്ലസ് ഈ 4 ബ്രാൻഡുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഏത് ഫോണാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.